2018 മഹാപ്രളയത്തിന് ശേഷം പത്തനംതിട്ടയിലെ നദികളിൽ അടിഞ്ഞുകൂടിയത് ടൺ കണക്കിന് എക്കലും മണ്ണും. നദികളുടെ ഒഴുക്ക് സുഗമമാക്കാൻ വൻതോതിൽ മണ്ണ് നീക്കണമെന്ന് സാൻഡ് ഓഡിറ്റിംഗ് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. എന്നാൽ ഇത്തവണ വെള്ളപ്പൊക്കത്തിന് പിന്നാലെ ചെളിയും മണ്ണും ശാസ്ത്രീയമായി നീക്കാനുള്ള പൈലറ്റ് പ്രോജക്റ്റ് പത്തനംതിട്ടയിൽ ആരംഭിക്കുമെന്ന് സർക്കാരിന്റെ പ്രഖ്യാപനം വന്നിരുന്നു. ഈ പദ്ധതി തികച്ചും ശാസ്ത്രീയമായി തന്നെ പ്രാവർത്തികമാക്കണമെന്ന നിലപാടിലാണ് പരിസ്ഥിതി പ്രവർത്തകർ. 2018 മഹാപ്രളയത്തിന് ശേഷം ജില്ലയിലെ പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളിൽ നിന്ന് ശരാശരി 2 മീറ്റർ ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ടെന്നാണ് സാൻഡ് ഓഡിറ്റിംഗ് കണ്ടെത്തിയത്. ഇതിനായി പത്തനംതിട്ടയിൽ 20 കടവുകൾ നിശ്ചയിച്ച് 27 ലക്ഷം ടൺ മണ്ണും മണലും നീക്കാനായിരുന്നു പദ്ധതി. എന്നാൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും പരിസ്ഥിതി അനുമതി ലഭിക്കാതിരുന്നതും തിരിച്ചടിയായി. പ്രളയത്തിന് പിന്നാലെ വടശ്ശേരിക്കര, അരീക്കക്കാവ് അടക്കമുള്ള തീരങ്ങളിൽ വൻതോതിൽ മണൽ വാരിയിട്ടെങ്കിലും ലേലം ചെയ്യാൻ കഴിഞ്ഞില്ല. ഡാമുകൾ തുറന്നപ്പോൾ ഒലിച്ചെത്തിയ അടിത്തട്ടിലെ ചെളി മണലിൽ വ്യാപകമായി കലർന്നതാണ് നിർമ്മാണ ആവശ്യങ്ങൾക്ക് ഇവ ഉപയോഗിക്കാൻ തടസ്സമായത്. അനിയന്ത്രിതമായ മണൽവാരലിന് പകരം നദിയുടെ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന തിട്ടകളും എക്കലും കൃത്യമായ ഹൈഡ്രോളജിക്കൽ പഠനങ്ങളിലൂടെ ശാസ്ത്രീയമായി നീക്കുകയാണ് വേണ്ടതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ജില്ലയിലെ പുഴകളിൽ അടിയന്തരമായി ശാസ്ത്രീയ മണ്ണെടുപ്പ് നടത്താനുള്ള പൈലറ്റ് പ്രോജക്റ്റ് നടപ്പാക്കാനൊരുങ്ങുമ്പോൾ പ്രകൃതിക്ക് ആഘാതമേൽപ്പിക്കാതെ വെള്ളപ്പൊക്ക ഭീഷണിക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശം. അമൃത ന്യൂസ്, പത്തനംതിട്ട.